guys, welcome to my YouTube channel. So ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് അത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് ഫോർ എ ലോങ് ടൈം. ദാറ്റ് ഈസ് ബ്രൂക്കി. ബ്രൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗണി പ്ലസ് കുക്കി. സോ ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് ആക്ച്വലി എനിക്ക് കുറച്ച് മടിയായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ തോട്ട് ഇന്ന് ഇത് ട്രൈ ചെയ്യാം. സോ യാ, ഇത് എൻ്റെ ഹെലിൻ ആണ് ആൻഡ് വി ആർ റെഡി ടു മേക്ക് ബ്രൗണി, നോ ബ്രൂക്കി. യെസ് ഹെലിൻ? യെസ്. ഹായ് ഗൈസ്, ഒരാളും കൂടെ ഉണ്ട് ഇന്ന്. ഇത് നിഹ്ല, മൈ കസിൻ. ഓക്കെ, ഇനി സീരിയസ് ആവും. ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, വിച്ച് ഇസ് മൈദ, ചോക്കോ ചിപ്സ്, ബ്രൗൺ ഷുഗർ, ബട്ടർ, ബേക്കിംഗ് സോഡ, വാനില എക്സ്ട്രാക്ട് ആൻഡ് ന്യൂട്ടെല്ല. പിന്നെ നോർമൽ ഷുഗറും വേണം, അത് ഐ വിൽ ബി ആഡിങ്. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബട്ടറിലേക്ക് ഷുഗർ ഇടാം. ദിസ് ഇസ് ഒരു 100 grams ബട്ടർ. ഓക്കെ, അത് ആദ്യം നമുക്ക് മെൽറ്റ് ചെയ്തിട്ട്, മെൽറ്റ് അല്ല, ലൈക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇതിലേക്കിടാം. എന്നിട്ട് ഇപ്പം എൻ്റെ മുഖമാണല്ലോ കാണുന്നത്, ഈ സാധനം കാണട്ടെ. അയ്യോ, ദിസ് ഹാപ്പൻസ്. ഈ ഒരു പോർഷൻ്റെ വോയിസ് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി, അതാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മൾ ബട്ടറിലേക്ക് ബോത്ത് വൈറ്റ് ഷുഗർ ആൻഡ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരുത്തുക. സോ നമ്മളിപ്പം ബട്ടർ ആൻഡ് ഷുഗർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യാം. സോ എഗ്ഗിൽ ഒരു ഫുൾ എഗ്ഗും ഒരു എഗ് യോക്ക് മാത്രമാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഗൈസ്, എനിക്ക് അതിലത്ര ജ്ഞാനം പോരാത്തോണ്ട് നെഹലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതിലത്ര ജ്ഞാനികളല്ല. ഗൈസ്, പൊട്ടത്തരം. ഇങ്ങനെയാണ് എൻ്റെ എല്ലാ റെസിപ്പിയും കോള. Are you excited for our brookie? Yes? Okay. Okay, നെഹല അവസാനം ഇതാണ് ഇവളെ ഒരു സ്പെഷ്യാലിറ്റി. എങ്ങനെയെങ്കിലും ഒക്കെ 4 കാലിൽ വീഴും. നീയൊക്കെ ചെയ്തോ? ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പി അറിയുന്നവർക്കല്ലേ മനസ്സിലാവും. ഗൈസ്, ഞങ്ങൾ ഇതുപോലെ പല റെസിപ്പിയും ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. എങ്ങനെയാ ഫ്ലോപ്പ് ആവാ, ഏത് സ്റ്റെപ്പിലാന്ന് മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. യെസ് ഗൈസ്, ഓ മൈ ഗോഡ്. ഹൈ ഗൈസ്, ഹെലിൻ, what do you think? ഇത് സക്സസ് ആവോ ഇല്ലയോ? ആവോ? ആവോ. നമ്മളങ്ങനെ ഫൈനലി ആ ടെക്സ്ചർ അറ്റൈൻ ചെയ്തിരിക്കുന്നു. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു നെഹല. അതെ, അതിനാണ് ഞാൻ ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. ഇപ്പോൾ സമയം 11:30. നട്ടപ്പാതിരക്കാണ് ഞങ്ങൾ എന്തും ചെയ്യാം. യെസ് യെസ്. സോ വാനില എസൻസും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് മിക്സ്. വാട്ട് ഈസ് ദിസ്? Cookie. You're making cookies? Yeah. So Helen is making cookies while Mimi is making brookie. Brookie. നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. അതായത് മൈദ. മൈദ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് നമ്പർ 1, ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമ്പർ 1. മൈദ ഫുൾ ഇടുക. പിന്നെ 3/4 സോൾട്ട് ആൻഡ് 3/4 ബേക്കിംഗ് സോഡ. ഫോൾഡിങ് നെഹലയ്ക്കാണ് അറിയാന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹെലിൻ, എക്സൈറ്റഡ്? Yes. യെസ്. മമ്മ നല്ലോണം ചെയ്യുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ചോക്കോ ചിപ്സ് ഇടാണ്. അല്ല, കുറച്ചിട്ടോ, ഇത് നമുക്ക് നോക്കിയിട്ടിടാം. അതിൻ്റെ ഒരു ഹാഫ് ഇട്ടോ. കുറച്ചുകൂടി ഇട്ടോ. നല്ല തിക്ക് മിക്സ് തന്നെയാണ് നമ്മളുടെ വീഡിയോയിലും കാണുന്നത്.
കുറച്ച് ലൂസാണെങ്കിൽ ഞങ്ങൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാൽ പ്രത്യേകിച്ച് ബേക്കിംഗ് ഗൈസ്, അല്ലാണ്ട് നോർമലി ഉള്ള കുക്കിംഗ് അടിപൊളി ആറാണ്. ഒരു ടർക്കിഷ് കേക്ക് ഒക്കെ എന്താ ഉണ്ടാക്കുന്നേ? മമ്മ കുക്കിംഗ്, ഹേലിൻ കുക്കിംഗ്. ഇതൊക്കെ നെഹലയ്ക്ക് വലുതായി കഴിഞ്ഞാൽ, ഹേലിൻ വലുതായി കഴിഞ്ഞാൽ ഒരു മെമ്മറി ആവും എൻ്റെ വ്ളോഗ്. സോ ആ ടെക്സ്ചർ നിങ്ങൾ നോക്കൂ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. പാനിലേക്ക് ബട്ടർ, ഈ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ ബട്ടർ ആക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷനാണ്. നമ്മൾ ആക്കാം. ബട്ടർ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. ബട്ടർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാ? ലാസ്റ്റ് ഇതാക്കിയാൽ മതി. നമ്മളിപ്പോ ന്യൂട്ടെല്ല ആഡ് ചെയ്യാണ് ഗൈസ്. നല്ല എസ്തെറ്റിക് ആയിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാ ഞങ്ങൾ ന്യൂട്ടെല്ല സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഹേലിൻ ന്യൂട്ടെല്ല എടുത്ത് തിന്നുന്നുണ്ട്. നോക്കട്ടെ. ഹൗസ് ഇറ്റ് ഹേലിൻ? സോ ഇതാണ് ഞങ്ങൾ ന്യൂട്ടെല്ല സ്പ്രെഡ് ആക്കിയ. നമ്മൾ അതിൻ്റെ മേലെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഞാനും ഇവിടെ ഉണ്ട്. സോ ഇത് നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യണം. നമുക്ക് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാൻ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പണി അതാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെ ഞാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫുൾ ആഡ് ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്യണം. ഹെലിൻ ഒരു പാട്ട് പാടും. നമ്മളിപ്പം ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ 15 minutes. ആൻഡ് നമ്മൾ ഇനി വേണം ഇത് ഓവനിലേക്ക് വെച്ചിട്ട് വിൽ ബേക്ക് ഫോർ 22 minutes. 20 to 28 minutes ആണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 25 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. പ്രൊഫഷണൽ യൂസ് ഗ്ലവ്. പിന്നെ ഈ സെറ്റിങ്സ് അറിയോ? തൽക്കാലം വെക്കാം. എൻ്റെ ഫോൺ കരിക്കല്. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഗൈസ്, സോ ഫൈനലി നമ്മുടെ ബ്രൂക്കി ഈസ് റെഡി. ബൈ ദ വേ, ഹേലിൻ കിടന്നുറങ്ങിയിരിക്കുന്നു. ഹായ് ഗൈസ്, സോ മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് ബ്രൂക്കി ആയതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കാം. ഗൈസ്, ഞാൻ ചൂടുണ്ടായോണ്ടാണോ ഒന്ന് കൊടുത്തത് വിചാരിക്കുന്നത്. കിട്ടിയോ? ടേസ്റ്റ് അറിഞ്ഞില്ല. ചൂടില്ല. ഗൈസ്, ഇറ്റ്സ് ആക്ച്വലി സോ ഗുഡ്. പക്ഷെ കുറച്ച് മധുരം കൂടിപ്പോയി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ന്യൂട്ടെല്ലയും മധുരം, ബ്രൗൺ ഷുഗറും എല്ലാം കൂടി ഒരു ചോക്കോ ചിപ്സും മധുരം. അതുകൊണ്ട് പക്ഷെ ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ വന്നിട്ടുണ്ട്. സി, ഞങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിരിക്കുകയാണ് ഗൈസ്. കൺസിസ്റ്റൻസി റെഡി ആയതിലാണ്. കാരണം അതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ട്. ഈ സന്തോഷം പങ്കുവെക്കാൻ ഹെലിൻ ഉറങ്ങിയിരിക്കുകയാണ്. നാളെ കൊടുത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ അഭിപ്രായം. സോ ബൈ. ഇഫ് യു ലൈക്ക് ദിസ് വ്ളോഗ്, do make brownies, I mean brookies. Okay, bye.